അതെ, വീട്ടിൽ 6 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ശബ്ദം ബഹളം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഒരു അമ്മ സഹോദരി ഭാഗ്യ ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷെ ഷെഫിനെ പോലുള്ളവരെ പാചകം ചെയ്യുന്ന ആൾക്കാർ 6000 പേർക്ക് ഉണ്ടാക്കുമ്പോൾ 6 പേര് മതി, ഒരു ബഹളവും ഇല്ല. അല്ല, അതിന്റെ മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അതിന്റെ ഒരു റീസൺ എന്തായിരിക്കും? അമ്മ എടാ മക്കളെ വിളിക്കും, അതിൻ്റെ ഇടയ്ക്ക് അമ്മ എല്ലാ കാര്യം ചെയ്യണം അല്ലേ? അമ്മ തന്നെ അരിയണം, അമ്മ തന്നെ കഴുകണം, അതിൻ്റെ ഇടയ്ക്ക് അമ്മ സാധനങ്ങൾ മേടിക്കാൻ പോകണം. അല്ല, ഞാൻ കുറ്റം പറഞ്ഞാൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ ചോദ്യം എന്താ, എന്തുകൊണ്ടാണ് നാളെ ഷെഫ് പ്ലീസ് ഷെഫ് മറുപടി പറയും. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലൊരു ഈ ഒരു അടുത്ത കാലത്ത് എല്ലാവരും തിരിച്ചറിഞ്ഞൊരു സംഭവമാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഏറ്റവും നന്നായിട്ട് വരുന്നത് എന്താണ്? ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടാണ് ഭക്ഷണം ഏറ്റവും നന്നായിട്ട് വരും. അപ്പോൾ ആ ഒരു ക്ഷമ കൂടുതലുള്ളത് നമ്മളുടെ ആ ഒരു സ്ത്രീകൾക്ക് ഉണ്ടാവുകയും, പിന്നെ ഷെഫായിട്ട് വരുന്ന ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ട്രെയിൻഡ് ആയിട്ടുള്ളവർക്കൊരു ക്ഷമ ഉണ്ടാവുകയും അവരുണ്ടാക്കുമ്പോൾ ആ ഒരു രീതിയിൽ അത്രയും പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കി വരികയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ നല്ല ഭക്ഷണം നമ്മുടെ അമ്മയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടാക്കിയതൊക്കെ പറയുന്നത് അവർ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ക്ഷമയോടുകൂടി അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല മികച്ച കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്, മകന് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ഈ അമ്മമാരുടെ ഭക്ഷണം ഇത്രയും വരികയും അതേ ക്ഷമ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ട് ഒരു ഷെഫ് ചെയ്യുമ്പോൾ അത് 6000 പേരിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ രണ്ടുപേർക്ക് ഷെഫെ, ഞാൻ ഒരു ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ വാഴയില ചൂടായി വരുമ്പോൾ ആക്ച്വലി വാഴയില ഉള്ളത് ക്ലോറോഫിലാണ്. അതെ. അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലേവർ ശരിക്കും ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കേരളത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് വാട്ടിയ വാഴയിലയുടെ മണം കൊണ്ട് ഒരു പൊതിഞ്ഞ ചോറ് കഴിച്ച് എല്ലാ മലയാളികളുടെയും ഒരു നൊസ്റ്റാൾജിക്കായിട്ട് ഒരു ഫീലാണ്. അപ്പൊ ഇല വാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലേവർ അത് ആ ഭക്ഷണത്തിലേക്ക് ആഴ്ന്നിറങ്ങിയെന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഫിഷ് ഗ്രില്ല് ചെയ്തു, ഇലക്കകത്ത് വെക്കുന്നു, ഇല ചെറിയ വെളിച്ചെണ്ണയ്ക്കോടൊപ്പം അതിനോടൊപ്പം തന്നെ വാടുന്ന ആ ഒരു ഫ്ലേവറാണ്. അതിന്റെ ഒരു ജ്യൂസ് എല്ലാം ഇതിനകത്ത് ഇറങ്ങുകയും ചെയ്തു. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഈ ഡിഷിലോട്ട് എങ്ങനെ എത്തി, ഈ പേരിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു വിഭവമാണ്. ഈ ഒരു ഡിഷ് പോർച്ചുഗീസുകാരുടെ തുടക്കം മുതൽ വന്നിട്ട് അവർ തേങ്ങാപ്പാൽ എരിവില്ലാത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയും ആ ഒരു രീതിയിലേക്ക് പാലൊഴിച്ച് പൊള്ളിക്കുന്ന ഒരു വിഭവമായിട്ടാണ് ഈ പാല, കോട്ടയം സൈഡിൽ വന്നത്. പക്ഷെ ആദ്യകാലത്ത് കരിമീൻ വെച്ച് ഈ ഭക്ഷണം തേങ്ങാപ്പാലൊഴിച്ച് വെറും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് പൊള്ളിച്ച് അവർക്ക് ആ ഒരു സ്പൈസി ഇല്ലാത്ത രീതിയിൽ ഫിഷിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടുന്ന ഡിഷ് വന്നതാണ്. പിന്നീട് അതിൽ നമ്മുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിനെ ഫ്ലേവർഫുൾ ആക്കാനായിട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും കുരുമുളകും അതുപോലെ മാങ്ങയൊക്കെ ചേരുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരുമെന്നുള്ള രീതിയിലേക്ക് എത്തുകയും ഇതൊരു ക്രിസ്കയിൽ, ഞാനിവിടെ കൊല്ലത്ത് റാവിസിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ആ ഒരു സമയത്താണ് ക്രിസ്കയിൽ കേരളത്തിലെത്തുകയും അദ്ദേഹത്തിന് ഈ കരിമീൻ അഷ്ടമുടി കായലിൽ കൂടെ ഒരു 4 മണിക്കൂർ മൺട്രോ തുരുത്തിലേക്കുള്ളൊരു കായൽ സഞ്ചാരത്തിലൊരു ഹൗസ് ബോട്ടിലൊരു ജേണിയിൽ അവരുടെ കുടുംബത്തിന് ഈ കരിമീൻ ലൈവായിട്ട് ചീരവനെന്നൊക്കെ പിടിച്ചത് കിട്ടുകയും ആ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ ഒരു ടൈമിൽ 4-5 മണിക്കൂറിലുള്ള യാത്രയിൽ അദ്ദേഹം 4-5 കരിമീൻ ഇത് കഴിക്കുകയും, കാരണം അവരൊരു കരീബിയനിലുള്ളതാണ്. അപ്പോൾ അവിടുത്തെ തേങ്ങാപ്പാലും ബ്ലാക്ക് പെപ്പറൊക്കെ ഇട്ടുള്ളൊരു ഡിഷ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഡിഷ് പിന്നെ മെനുവിനകത്ത് അദ്ദേഹത്തിൻ്റെ പേരോട് കൂടി വരികയും പിന്നീട് അത് വളരെ പോപ്പുലറായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ഡിഷ് വളരെ ഗട്ടിയായത്.